സംസ്ഥാനത്ത് ലഹരി ഉപയോഗം കൂടി വരുന്നതായി എക്സൈസിന്റെ കണക്കുകൾ. പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞ മാസം മാത്രം ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് 41 കേസുകൾ രജിസ്റ്റർ ചെയ്തു. പ്രതികളിലേറെയും 30 വയസ്സിന് താഴെയുള്ള യുവാക്കളാണ്. എ വി ജയശങ്കർ വിവരങ്ങളുമായി ചേരുന്നു. ജയശങ്കർ, നമുക്കത് പുതിയ അറിവല്ല. ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുന്ന ലഹരി പിടുത്ത കേസുകളിലെ ലഹരി ഉപയോഗത്തിലുള്ള അതിക്രമങ്ങളുടെ, കൊലപാതകങ്ങളുടെ നീണ്ട വാർത്തകൾ നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി വളരെ വ്യാപകമായി തന്നെ കേൾക്കുന്നു. അതുകൊണ്ട് ഞെട്ടലുണ്ടാക്കുന്നല്ല എക്സൈസ് വകുപ്പിന്റെ കണക്ക്. പക്ഷേ ഈ പിടിക്കപ്പെടുന്ന കണക്കുകൾ ഇത്രയാണെങ്കിൽ പിടിക്കപ്പെടാത്തത് ഇരട്ടിയോ അതിലിരട്ടിയോ ഉണ്ടാകും. ജയശങ്കർ, അതായത് ആശ്മി, സംസ്ഥാനത്ത് ഈ ലഹരി, പ്രത്യേകിച്ച് രാസലഹരിയൊക്കെ ഉപയോഗിച്ചുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന വ്യാപകമായി എക്സൈസ് ഒരു കണക്കെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. അതായത് ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ, അതിൽ പിടിക്കപ്പെട്ട ആളുകളുടെ പ്രായപരിധി ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ എക്സൈസ് പരിശോധിച്ചു വരുന്നത്. എന്തായാലും പത്തനംതിട്ട ജില്ലയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ചില വിവരങ്ങൾ അനുസരിച്ച് കഴിഞ്ഞ ഒരു മാസത്തിനിടെ 41ഓളം കേസുകളാണ് ഇത്തരം ലഹരിയുമായി ബന്ധപ്പെട്ട ജില്ലയിൽ മാത്രം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിൽ പ്രതികളായിട്ടുള്ള ആളുകൾ 30 വയസ്സിന് താഴെയുള്ള യുവാക്കളാണ്. അതായത് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടേണ്ട പ്രായമാണ്. ആ പ്രായത്തിലാണ് ഇത്തരത്തിൽ രാസലഹരികൾ ഉൾപ്പെടെയുള്ള ഗുരുതര ലഹരികൾ ഇവർ ഉപയോഗിക്കുന്നതെന്നാണ് എക്സൈസിൻ്റെ കണ്ടെത്തൽ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ക്യാമ്പയിനുകളും ഒപ്പം തന്നെ പരിശോധനകളും വ്യാപകമാക്കാനാണ് എക്സൈസിൻ്റെ തീരുമാനം. സംസ്ഥാന വ്യാപകമായി തന്നെ നിലവിൽ പരിശോധനകളും ക്യാമ്പയിനുകളും ഉണ്ട്. ഇത് കുറച്ചുകൂടി മെച്ചപ്പെടുത്തും. പ്രാദേശിക തലത്തിൽ കൂടി ഇത് വ്യാപിക്കും. കേവലം സെമിനാറുകൾ നടത്തുകയും കോളേജുകളിൽ പരിപാടി നടത്തുകയും ചെയ്യുന്നതിൻ്റെ അപ്പുറത്തേക്കുള്ള ചില ക്യാമ്പയിനുകൾ എക്സൈസ് ആലോചിക്കുന്നുണ്ട്. എന്തായാലും മറ്റ് ജില്ലകളിലും സമാനമായ രീതിയിലുള്ള കണക്കെടുപ്പ് നടക്കുന്നുണ്ട്. ഏതായാലും കേരളം മൊത്തമുള്ള 14 ജില്ലകളുടെയും കണക്ക് വരുമ്പോൾ ഇത് കുറച്ചധികം ഞെട്ടിക്കുന്നൊരു കാര്യങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഏകീകൃതമായ ഒരു കണക്ക് ശേഖരിക്കാനാണ് എക്സൈസ് ഇതുമായി ബന്ധപ്പെട്ട ഇവിടെ ഒരു പ്രേക്ഷകൻ ക്യാപ്ചർ മാജിക് എന്താണ് അതിന് പേര് പറയുന്നത്. 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളുടെ ബ്ലഡ് പരിശോധിച്ചാൽ അറിയാം ആരൊക്കെ ലഹരി ഉപയോഗം എന്ന് കൂടുതൽ അറിയാം. അതല്ലാതെ ഒരു കുട്ടിയും പറയില്ല എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ഒരു പക്ഷേ പ്രാക്ടിക്കൽ അല്ലാത്ത ഒരു നിർദ്ദേശമെന്ന് തോന്നാമെങ്കിലും സ്കൂളുകളിൽ അത്രത്തോളം വളരെ വ്യാപകമാണ് എന്ന് നമുക്ക് നേർക്കുന്ന അറിയാം. നമ്മൾ ചെയ്യുന്ന സാധാരണഗതിയിലുള്ള ചട്ടപ്പടി പരിശോധനയോ ചട്ടപ്പടി രീതികളോ വർക്കൗട്ട് ആവുന്നേ ഇല്ല എന്ന് നമുക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ കണക്കുകൾ മാത്രം എടുത്ത് അറിയാമല്ലോ. സർക്കാർ ഏതെങ്കിലും തരത്തിൽ ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് ആലോചന നടത്തുന്നുണ്ടോ? ഇപ്പോൾ ഞാൻ പറയുന്നത് സ്കൂളുകളിലെ കുട്ടികളുടെ രക്തപരിശോധന നടത്തലടക്കം. ജയശങ്കർ, അതായത് ആശ്മി, എക്സൈസ് തന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഈ സ്കൂളുകളിൽ, പ്രത്യേകിച്ച് ഈ +1 താഴെയുള്ള ക്ലാസ്സുകളിലുള്ള കുട്ടികളിൽ ഇത്തരത്തിൽ ലഹരി ഉപയോഗം വ്യാപകമായിട്ടുണ്ട്. ഈ പത്തനംതിട്ടയിലെ തന്നെ ചില സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അവരിത് പറയുന്നത്. കാരണം ഈ ചില തല്ലുകേസുമായൊക്കെ ബന്ധപ്പെട്ട് ചില കുട്ടികളെ കസ്റ്റഡിയിലെടുത്ത ഘട്ടത്തിൽ അവരുടെ രക്തം പരിശോധിച്ചപ്പോൾ മദ്യത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തി. അതായത് ചെറിയ കുട്ടികളാണ്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ ആശ്മി സൂചിപ്പിച്ചതുപോലെ ഈ കുട്ടികളുടെ രക്തസാമ്പിൾ ഉൾപ്പെടെ പരിശോധിക്കുന്ന ഒരു തലത്തിൽ നല്ലതായിരിക്കും. കാരണം നമുക്ക് ഭാവി തലമുറയെ ഇതിൽ നിന്ന് നിയന്ത്രിക്കാം. പക്ഷേ അത് കുട്ടികളിലേക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കാത്ത തലത്തിൽ വേണം അത്തരം പരിശോധനകൾ. അവരെ ഒരു തരത്തിലും സമ്മർദ്ദത്തിലാക്കരുത്. ഇതെല്ലാം തന്നെ സർക്കാരിന് പല ആളുകൾ ഇത്തരത്തിലുള്ള പല നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ എക്സൈസ് നിലവിൽ നേരിടുന്ന വലിയ പരിമിതി എന്ന് പറയുന്നത് ആൾക്ഷാമമാണ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ചില വാർത്തകളൊക്കെ വന്നിരുന്നു. എക്സൈസ് വാഹനം ഓടിക്കാൻ ആളില്ല, എക്സൈസിന് ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ല. അത് എക്സൈസ് നേരിടുന്ന വലിയ പ്രതിസന്ധിയാണ്. ഈ പോലീസിനെ പോലെയല്ല, പോലീസിനേക്കാൾ വലിയ പ്രതിസന്ധി എക്സൈസ് നേരിടുന്നു. കാരണം പല സ്റ്റേഷനുകളിലും പല സർക്കിളുകളിലും പരിമിതമായ ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ടാണ് ഈ കോടതി കേസും ഈ പരിശോധനയും ക്യാമ്പയിനിങ്ങും എല്ലാം ഈ ഉദ്യോഗസ്ഥർ നടത്തുന്നത്. പക്ഷേ ആ പരിമിതികൾക്കിടയിലും എക്സൈസ് ഒരു പരിധിവരെ ഇതിനുള്ള ബോധവൽക്കരണവും ക്യാമ്പയിനിങ്ങും കേസുപിടുത്തവും എല്ലാം നടത്തുന്നുണ്ട്. എന്തായാലും വലിയ തോതിൽ സംസ്ഥാന വ്യാപകമായി ഇതിനെതിരെ ചില പരിപാടികൾ എക്സൈസ് ആലോചിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ കുറച്ച് വർഷത്തെ വിശദാംശങ്ങൾ ഉൾപ്പെടെ കണക്കുകൾ, ഈ കേസ് ഇതിൽപ്പെട്ട ആളുകളുടെ എണ്ണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എക്സൈസ് പരിശോധിക്കുന്നുണ്ട്. ഇത് പുതിയ കാര്യമല്ല എന്ന് അവർ പറയുന്നു. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഈ ലഹരി ഉപയോഗിച്ചുകൊണ്ടുള്ള അതിക്രമങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ വായിച്ചെടുക്കേണ്ടത് ഇതിൻ്റെ ഒരു ഏകീകൃത ക്രോഡീകരിച്ചൊരു രൂപം എക്സൈസ് എന്തായാലും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. വലിയ ഞെട്ടൽ ഉണ്ടാക്കുന്നില്ല. പക്ഷേ എങ്കിൽ കൂടി ഈ സംസ്ഥാനത്ത് ഈ ലഹരി ഉപയോഗം നിയന്ത്രിക്കപ്പെടേണ്ടതാണ്. പ്രത്യേകിച്ച് ഈ രാസലഹരികളൊക്കെയാണ് മിക്കയിടങ്ങളിലും വലിയ തോതിൽ ഈ കുട്ടികളുടെ ഇടയിൽ ഉണ്ടാകുന്നത്. സ്കൂൾ കുട്ടികളെന്നോ കോളേജ് വിദ്യാർത്ഥികളെന്നോ വ്യത്യാസമില്ല. പണ്ട് കോളേജുകളിലായിരുന്നെങ്കിൽ ഇന്നത് സ്കൂളുകളിലേക്കും വലിയ തോതിൽ വ്യാപിച്ചു എന്നത് വലിയ ഞെട്ടലുണ്ടാക്കുന്ന കാര്യമാണ്. എക്സൈസ് വകുപ്പ് ഉൾപ്പെടെ വലിയ തോതിൽ ക്യാമ്പയിനുകൾ നടത്തുമ്പോൾ ആണ് ഇത്തരത്തിൽ ലഹരി ഉപയോഗിച്ചുകൊണ്ട് വലിയ കൊലപാതകങ്ങളിലേക്കും വലിയ അതിക്രമങ്ങളിലേക്കും ഒക്കെ നമ്മുടെ യുവത്വം കിടക്കുന്നത്. ഇതിനെതിരെ ഒരു എക്സൈസ് വകുപ്പ് മാത്രമല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് എല്ലാവരും ചേർന്നുള്ള ഒരു പരിശ്രമമാണ് വേണ്ടത്. ഈ പ്രതിപക്ഷ നിയമസഭയിൽ ഉൾപ്പെടെ ഉന്നയിച്ചു, സർക്കാർ അതിനെ സ്വാഗതം ചെയ്തു. ഇതെല്ലാം ഒരുമിച്ച് നിൽക്കുന്നു. അപ്പോൾ പോലും ഇതിനെതിരെ അതിനപ്പുറത്തേക്ക് സമൂഹത്തിൻ്റെ കൂടി ഒരു കൂട്ട് പിടിച്ചുകൊണ്ടുള്ള ഒരു യജ്ഞം ആവശ്യമാണ്. ആശ്മി, ഓക്കെ, അപ്പോൾ ഞാൻ ജയശങ്കർ